നമ്മുടെ മഞ്ചേരിക്കുള്ളൻ വാഴയൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഒരു വാഴ 2-3 കുലച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നേക്ക് 140 ദിവസമായി. ഇതൊരു പക്ഷേ ഈ കുലച്ചത് അന്ന് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പായ കന്നായിരിക്കും. നമ്മളാ വെച്ച ഉടനെ തന്നെ കുറച്ച് വാഴകൾ നല്ല വളർച്ചയും കുറച്ച് വാഴകൾ ചെറുതായിട്ടും കണ്ടിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് മൂത്ത വാഴക്കന്ന് നല്ല കരുത്തിൽ വരും, പെട്ടെന്ന് കൊലയാവും. 140 ദിവസം എന്ന് പറയുമ്പോൾ 15 5 മാസം ആയില്ല, 10 ദിവസം കുറവ്. അതാണ് ആ വാഴ 2 കുലച്ചിട്ടുണ്ട്. സാധാരണ വാഴ പോലെ തന്നെയാണ് മഞ്ചേരിക്കുള്ളനും. അതിൽ ചെറിയൊരു 15 ദിവസം 20 ദിവസത്തെ കുറവേ ഉണ്ടാവുള്ളൂ മറ്റുള്ള വാഴയെ അപേക്ഷിച്ച്. പൊതുവെ ഉയരം കുറവാണ്, എന്നാലും നമ്മുടെ കോട്ടയം തേനീൻ്റെ ആ ഉയരമില്ല, അത്യാവശ്യം ഉയരമുണ്ട്. 10-12 അടി ഉയരം ഉണ്ട്. വാഴയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വളപ്രയോഗം മറ്റു കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇല ഒടിച്ചിൽ ചെറുതായിട്ടുണ്ട്, അപ്പോൾ കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അറിവാണ് ഇപ്പോൾ കിട്ടിയത്. വെട്ടിക്കളയണ്ട എന്നുള്ള, ചില ആളുകൾ വെട്ടിക്കളയാറുണ്ട്. ഈ കരിയില വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ സമയത്താണ് മാണവണ്ട് തലതുറപ്പിനൊക്കെ വരിക. അതിൻ്റെ ശല്യം അവനെ വന്ന് കൂട് കൂട്ടുന്ന തടയാം വൃത്തിയാക്കിയാൽ. വെട്ടിക്കളയുമ്പോൾ എന്താണ് വിഷയം വെച്ചാൽ ഈ പച്ച ഇലയൊക്കെ വെട്ടിക്കളയുമ്പോൾ ആ അതിലുള്ള നീര്, ന്യൂട്രീഷ്യൻസ് എല്ലാം നഷ്ടപ്പെടും വാഴയ്ക്ക്. അതേപോലെ നിർത്തി കരിഞ്ഞതിന് ശേഷം വെട്ടുമ്പോൾ അതിലുള്ള ന്യൂട്രീഷ്യൻസൊക്കെ റിവേഴ്സ് ചെയ്തതിന് ശേഷമാണല്ലോ കരിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് മഞ്ചേരി കുള്ളൻ. നനയ്ക്കാറില്ല, ചാലിൽ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ 2 കോഴികളാണ് ചെയ്തത് കേട്ടോ. ലാസ്റ്റ് പോളിഹാലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സമയത്തെ ഓരോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവരെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ. പൊതുവെ ആരോഗ്യമുള്ള വാഴയാണ്. ആരോഗ്യമുള്ള വാഴയ്ക്ക് രോഗപ്രതിരോധം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രാണികളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ആക്രമണം ഉണ്ടാവില്ല, രോഗങ്ങൾ പൊതുവെ കുറയും. ചെറിയൊരു ഇല കരിച്ചിലുണ്ട് താഴ്ഭാഗത്ത്. നമ്മൾ ഇല കരിച്ചിന് മരുന്നൊന്നും അടിച്ചിട്ടില്ല, നേരത്തെ ഒരു ഫംഗിസൈഡ് മാത്രമേ അടിച്ചുള്ളൂ. ഓക്കെ.